വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിൽ ദോശയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന ഒരു 15 വെറൈറ്റീസ് ഓഫ് ചമ്മന്തി ഓർ ചട്നീസ് അതാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണേ റെഡ് കളർ കട്ട ചമ്മന്തി. ഇത് ആക്ച്വലി ദ്വാരകയിലെ റെഡ് കളർ ചമ്മന്തിയുടെ ഇൻസ്പിറേഷനാണ്. അപ്പോൾ അതിന് ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്ത തേങ്ങ, ഉണക്കമുളക്, എരിവുള്ള ഉണക്കമുളക് 4 എണ്ണം, കാശ്മീരി മുളക് 4 എണ്ണം, ഉള്ളി ഒരു 8 എണ്ണം, അത്രയും വേണം. ഒരു ചട്ടിയിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക, കുറച്ച് ഓയിൽ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ആവട്ടെ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉണക്കമുളകും കാശ്മീരി മുളകും ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ഞു വരുത്, ചമ്മന്തിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും. യെസ്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഫ്രഷായിട്ട് ചിരകിയ തേങ്ങയിലോട്ട് നമ്മൾ ഈ വറുത്ത ഉള്ളിയും മുളകും ആഡ് ചെയ്യുക. ചെറിയ പീസ് പുളി ആഡ് ചെയ്യുക ആൻഡ് ഉപ്പ്. ഇത്രയും ഇട്ട് വെള്ളമില്ലാതെ മിക്സിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ ചമ്മന്തിയിലൊക്കെ വെള്ളം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു ചമ്മന്തിയിൽ പ്രത്യേകിച്ച് വെള്ളം ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉള്ളി ഉള്ള കാരണം നമുക്കങ്ങനെ വെള്ളം ആഡ് ചെയ്തില്ലെങ്കിലും നന്നായിട്ട് അരഞ്ഞു കിട്ടും. അമ്മിക്കല്ലിൽ അരക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അത് ഒരു ഓപ്ഷനല്ല. ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് അരയാനുണ്ട്. ഇത് പല പ്രാവശ്യമായിട്ട് അരച്ചാലേ അരഞ്ഞ് കിട്ടുള്ളൂ. ഞാൻ ചെറിയൊരു പിഞ്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. യെസ്. ആദ്യത്തെ നമ്മുടെ ദ്വാരക സ്റ്റൈൽ കട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തിക്ക് ഒരു സീക്രട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ജിജോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷായിരുന്നു ഇത് ഉണ്ടാക്കിയതിൽ. അപ്പോൾ ചമ്മന്തിക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലായി. പവർഫുൾ. പിന്നെ ഈ ചമ്മന്തിക്ക് പുളി അധികം വേണ്ട ദോശയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ. ബട്ട് കഞ്ഞിയുടെ കൂടെ ആണെങ്കിൽ പുളി കൂടുതൽ വേണം. പിന്നെ ഈ വാഴയില എന്ന് മേടിക്കാൻ മറന്നുപോയി. വാഴയിലയിൽ ഇത് പ്രസൻറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ജോർജിയുടെ ഫേവറേറ്റ് ചമ്മന്തി. ഇതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വന്ന ആൾ കഴിക്കില്ല. ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട്, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആൻഡ് ഉപ്പ്, ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അരയ്ക്കും. ഇതിൽ പച്ചമുളക് വരെ ആഡ് ചെയ്താൽ ആൾ ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ അത് ഹാഫ് കപ്പ് കോക്കനട്ട് തേങ്ങയിലോട്ട് 2 പിഞ്ച് കാശ്മീരി മുളക് പൊടി ആൻഡ് 1 പിഞ്ച് എരിവുള്ള മുളക് പൊടി അത്രയും ഇട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കുറച്ച് സെമി തിക്ക് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. ഉപ്പും ഇതേ കണ്ട, ഇതാണ് കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി താളിക്കൊന്നും വേണ്ട. ഇതാണ് ജോർജിയുടെ സ്പെഷ്യൽ ചമ്മന്തി. ഇത് ഈ ഒരു തിക്നെസ്സിലാണ് നല്ലത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വീട്ടിൽ ജോർജിക്കും എനിക്കും ഇതാണ് ഇഷ്ടം. കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കണം. ഇനി ഇത് താളിക്കൊന്നും വേണ്ട. ഈ ടൈപ്പ് ചമ്മന്തി ദോശയുടെ കൂടെ തന്നെയാണ് നല്ലത്. ഇനി കുറച്ച് ലൂസായിട്ടുള്ള കുറച്ച് വാട്ടറി ആയിട്ടുള്ള ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ കാണിക്കാം. ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണേ. ഇനി നമ്മൾ ഇപ്പം നമ്മൾ ചെയ്ത ചമ്മന്തിയിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് വേണം താളിക്കാനായിട്ട്. അതാണ് വേറൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ചട്നി. ഒരു ഹാഫ് കപ്പ് തന്നെ വെള്ളം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വെള്ളമുള്ള ചമ്മന്തിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ. സാധാരണ ചെയ്യണ പോലെ കടുകൊക്കെ പൊട്ടിച്ച് താളിക്കാം. ഓയിൽ ഒഴിക്കുക, കടുക് ഇടുക ആൻഡ് മുളക് ഒരെണ്ണം താളിക്കുക, വേപ്പില ആൻഡ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഈ ചമ്മന്തി ആഡ് ചെയ്യുക ആൻഡ് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. യെസ്, നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ലൈറ്റായിട്ടുള്ള വേരിയേഷൻസ് ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിൽ കേട്ടോ. ആൻഡ് ഓരോരുത്തരും ഞങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരും പ്രിഫർ ചെയ്യുന്ന ഓരോ ടൈപ്പ് തന്നെയാണ്. യെസ്. ഇനി കുറച്ചുകൂടി ഈ ഒരു ചട്നിക്ക് തേങ്ങ നന്നായിട്ട് അരയണേ. നേരത്തേനേക്കാളും കുറച്ചുകൂടി അരയണമാണ് നല്ലത്. ആൻഡ് ഇതും ദോശയുടെ ഇഡ്ലിയുടെ കൂടെ തന്നെയാണ് പെർഫെക്റ്റ്. നെക്സ്റ്റ് നമ്മൾ കപ്പയുടെ കൂടെ നല്ലതാ, ദോശയുടെ കൂടെ നല്ല, ഇഡ്ലിയുടെ കൂടെ നല്ല, പക്ഷെ നല്ല എരിവുണ്ട് ആ ചമ്മന്തി. അതിന് ഉള്ളി ഒരു 10 എണ്ണം ആൻഡ് എരിവുള്ള മുളക് പൊടി, വാളംപുളി ആൻഡ് ഉപ്പ്, അത്രയും മതി. ആൻഡ് ഒന്നും ചെയ്യേണ്ട, മിക്സിയിലിട്ട് അരച്ചാൽ മതി. ഒരുപാട് അരഞ്ഞു വരുത്. അപ്പോൾ കംപ്ലീറ്റ് ടെക്സ്ചറും മാറും, ടേസ്റ്റും മാറും. അപ്പോൾ ഉള്ളി, നമ്മുടെ വാളംപുളി ആൻഡ് എരിവുള്ള മുളക് പൊടി ആൻഡ് ഉപ്പ് ആവശ്യത്തിന്. ഇതിവിടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. ആൻഡ് നല്ല വെള്ളമില്ലാണ്ട് അരച്ചെടുക്കും. കുറച്ചുകൂടി അരയാനുണ്ട്, ഒരു മിനിറ്റ്. ഇതിന് നല്ല എരിവുള്ളതല്ല, ബിക്കോസ് കപ്പയുടെ കൂടെയൊക്കെ നല്ല എരിവുള്ളതാണ് നല്ലത്. യെസ്, റെഡി ആയിട്ടുണ്ട്. ഇതൊരു പകുതി അരഞ്ഞു കഴിയുമ്പോൾ വേണം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാൻ. കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല കളർ വരുന്നത്. യെസ്, റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പുളിയും വേണം, എരിവും വേണം ആൻഡ് ഉപ്പ് പാകത്തിന് വേണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. കണ്ട, വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ കളറ് കുറച്ചുകൂടി ഡാർക്കായിട്ട് കിട്ടും. ഇനി പച്ച വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ നാലാമത്തെ അല്ലേ ഇത്, നാലാമത്തെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇതും ജോർജിയുടെ ഫേവറേറ്റ്, ജോർജിയുടെയും എൻ്റെയും. നമ്മുടെ സവാള ചെറുതായിട്ട് ഇങ്ങനെ അരിയുക, ആൻഡ് വാളംപുള്ളി ചെറിയൊരു പീസ്, മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും, ഉപ്പ്, അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഇതൊരു ഭയങ്കരമായിട്ട് പൊടിയൊന്നും വേണ്ട. ആൻഡ് പച്ച വെളിച്ചെണ്ണ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മുക. പുളി നന്നായിട്ട് വരണം, ആൻഡ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റും നന്നായിട്ട് വേണം. ഇത് എനിക്ക് ഒരുമാതിരി എല്ലാ ഇതിൻ്റെ കൂടെ ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ ഇഷ്ടമാണ്, കഞ്ഞിയുടെ കൂടെ ഇഷ്ടം, എല്ലാം ഇഷ്ടം. ഈ സവാള ഇഷ്ടമുള്ളവർക്കേ ഇഷ്ടമാവുള്ളൂ. വഴറ്റണമൊന്നുമില്ല, കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും. ഇതൊക്കെ ദോശയുടെ കൂടെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ. നോക്കട്ടെ കേട്ടോ, പുളി കറക്റ്റാണ് നോക്കട്ടെ. പെർഫെക്റ്റ്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ടേസ്റ്റ് വരുന്ന കാരണം ആൻഡ് ക്രിസ്പി, ആണിയൻസിൻ്റെ ക്രിസ്പിനെസ്സും വരുന്ന കാരണം രക്ഷയില്ല. നെക്സ്റ്റ് മന്നയുടെ ഫേവറേറ്റാണ് സവാളയും. അവളേത് എനിക്കൊന്നും തട്ടുകടയിൽ നിന്ന് കഴിച്ചിട്ട് അതുപോലെ ആ കഴിച്ച ടേസ്റ്റ് വീട്ടിൽ വന്ന് റീക്രിയേറ്റ് ചെയ്താൽ. പാനിലോട്ട് ഓയിൽ ആഡ് ചെയ്യുക, 1/4 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആൻഡ് 1/4 കപ്പ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് സോഫൻ ആയാൽ മതി. ഇനി എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ വേണം, എരിവില്ലാത്ത മുളക് പൊടിയും 1/4 ടീസ്പൂൺ വേണം. ഇനി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് പാകത്തിന് ആഡ് ചെയ്യാം. മുരിഞ്ഞു വരുത് കേട്ടോ മുളക് പൊടിയൊക്കെ കൂടുതലായിട്ട്. യെസ്, ഇനി മിക്സിയിൽ അരയ്ക്കാം. ഇത് ജസ്റ്റ് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഓ, ഇത് ശരിക്കും തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ആ ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല എരിവ് വേണം കേട്ടോ. ഇതാണ് മന്നയുടെ ഫേവറേറ്റ്, ഒരു രക്ഷയില്ല. അവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കില്ല നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നതിന്. ഞാൻ പക്ഷേ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും ലുക്കിന് വേണ്ടിയിട്ട്. യെസ്, നമ്മുടെ അടുത്ത ചമ്മന്തിയും റെഡി. ഇനി നെക്സ്റ്റ് യെസ്, ഇതെല്ലാം കൂടി കണ്ടിട്ടേ എനിക്ക് പക്ഷേ ദോശ മതി. ബാക്കി എല്ലാവർക്കും കഴിഞ്ഞ് പിന്നെ തേങ്ങയും അതിൽ ചിരണ്ടിയിടാൻ മറക്കല്ലേ. ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചോ, നന്നായിട്ട് വേവണം. ജിജോന് അത് ഇഷ്ടമായിരിക്കും. അയ്യോ സോറി, മറന്നു, കഞ്ഞിയിലോട്ട് പോയി. യെസ്, നമ്മുടെ ഇനി ഞങ്ങളുടെ വീട്ടിൽ വൈറ്റ് കളർ ചമ്മന്തിയുടെ ഫാനാണ് ഞാൻ, ബാക്കി ആരുമല്ല ഞാൻ. അത് പക്ഷെ നമ്മളെല്ലാവരുടെയും വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. തേങ്ങ, പച്ചമുളക്, ഇത്തിരി ഇഞ്ചി, ഉപ്പ്, അത്രയേ ഉള്ളൂ. അത്രയും ഇട്ടിട്ട് വെള്ളം ഇല്ലാണ്ട് അരയ്ക്കണം. 2 ടൈപ്പിൽ അത് ചെയ്യും. വെള്ളം ഒഴിച്ചതും നമ്മൾ നേരത്തെ ആദ്യത്തെ കട്ട ചമ്മന്തിയിൽ ചെയ്ത പോലെ വെള്ളം ഒഴിക്കാണ്ടും അരയ്ക്കും. അപ്പോൾ പച്ചക്കളർ ചമ്മന്തിക്ക് ഫ്രഷായിട്ട് ചെറിയ തേങ്ങ, ഉള്ളി, ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് വെള്ളം ഇല്ലാണ്ട് നമ്മൾ ആദ്യം ചെയ്ത ചമ്മന്തി പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിക്കാതെയുള്ള ചമ്മന്തി. ഇതിൽ ചിലർ പച്ചമാങ്ങയൊക്കെ ആഡ് ചെയ്യാറുണ്ട്, ബട്ട് എനിക്ക് മാങ്ങ ആഡ് ചെയ്യണ അത്ര ഇഷ്ടമല്ല. പച്ചമാങ്ങയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കഞ്ഞിയുടെ കൂടെയാണ് നല്ലത്, ഇങ്ങനെ ദോശയുടെ കൂടെയാണ് നല്ലത്. ഇനി ഇത് തന്നെ സെയിം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കണത് കാണിക്കാം. ഇനി ഈ സെയിം കോമ്പിനേഷൻ തന്നെ തേങ്ങയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. അത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം നല്ലത്. ആൻഡ് താളിക്കില്ല, നമ്മൾ കടുക് പൊട്ടിക്കില്ല. ഇത് ഉള്ളിയും വേണ്ട. ഞാൻ ഈ ചമ്മന്തിക്ക് ഇത്രയധികം ഇത് പറയുന്നത്, ചിലതിന് ഉള്ളിയുണ്ട്, ചിലതിന് വെള്ളം ഒഴിക്കില്ല. നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് വളരെ കുറച്ച് സ്ഥലത്തു നിന്ന് എനിക്ക് ചമ്മന്തി പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അത് കാരണമാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പറയണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് പോലെ ചെയ്യാം. ഇത് ഉള്ളി ആഡ് ചെയ്യാത്ത കാരണം മറ്റേ നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ചമ്മന്തിയായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ആൻഡ് വെള്ളം ഇട്ട് അരയ്ക്കണ കാരണം ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്, ബട്ട് നല്ലതാണ്. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ചമ്മന്തി. വേറെ ഒന്നുമില്ല, ഉള്ളിയും തേങ്ങയും മാത്രം, താളിക്ക് പോലുമില്ല. താളിക്കാണ്ടിരിക്കണതാണ് ഏറ്റവും ടേസ്റ്റ്. യെസ്, കുറച്ച് വേപ്പില വേണമെങ്കിൽ കട്ട് ചെയ്തിടാം കേട്ടോ. ഇത് താളിച്ച് കഴിഞ്ഞാൽ ഈ ചമ്മന്തിയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് പോകും. ഒരുമാതിരി എല്ലാ ചമ്മന്തിയും എനിക്ക് താളിക്കാത്ത ഇഷ്ടം. നല്ല വ്യത്യാസമുണ്ട് താളിക്കുന്നതും താളിക്കാത്ത ചമ്മന്തിയും തമ്മിൽ. മസ്റ്റ് ട്രൈ. നെക്സ്റ്റ് തമിഴ്നാട് സ്റ്റൈലാണോ ബാംഗ്ലൂർ സ്റ്റൈലാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഈ അടുത്ത് ബാംഗ്ലൂർ പോയപ്പോൾ ബെന്നെ സ്റ്റൈൽ ദോശയുടെ കൂടെ അവർ ഈ ഒരു ചട്നിയാണ് സെർവ് ചെയ്തത്. ആൻഡ് തമിഴ്നാട്ടിൽ പോയപ്പോഴും ഞാനിത് കഴിച്ചിട്ടുണ്ട്, പൊട്ടുകടല ചേർത്ത ചമ്മന്തി. ഇത് 2 ടൈപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. തേങ്ങയും മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ മല്ലിയില ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് പൊട്ടുകടല 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി, അത്ര ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് താളിക്കണത്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കണേ. നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇട്ട് അരയ്ക്കാം. ബട്ട് ഇതും ഒന്ന് താളിക്കാണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. താളിക്കാണ്ട് ആക്ച്വലി നല്ല, ജസ്റ്റ് ഒന്ന് താളിച്ച് നോക്കട്ടെ. ഇച്ചിരി ഓയിൽ ഒഴിക്കുക, കടുകിടുക, ആൻഡ് ഉണക്കമുളക്.
ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഒരുപാട് ചൂടായാൽ ടേസ്റ്റ് മാറും. ഓഫ് ചെയ്യാം. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, താളിച്ച ടേസ്റ്റ്. ഇത് ആക്ച്വലി താളിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്, താളിക്കാതെയും നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ട് തരത്തിലും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാമെന്ന് തോന്നുന്നു. വെള്ളം ആഡ് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കണേ. ചെറുതായിട്ട് ചൂടായാൽ മതി. ഒരുപാട് തേങ്ങ ചൂടായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മാറും. യെസ്, ഇതിന് മല്ലിയിലയ്ക്ക് പകരം പുതിനയിലയാണെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഒരു ടൈപ്പും കൂടി കഴിഞ്ഞു. നെക്സ്റ്റ് എൻ്റെ കാഞ്ചീപുരം ദോശ റോസ്റ്റ് വാട്ടർ ഹീറ്റിൽ ഇട്ടേക്കുന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ബദാം ചട്നി. ഇത് തേങ്ങയൊക്കെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം, ബിക്കോസ് തേങ്ങ ആവശ്യമില്ല. ബദാം തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തൊലി കളഞ്ഞാൽ നല്ല, തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, രാവിലെ എടുത്ത് അപ്പം തന്നെ എടുത്ത് അരച്ചെടുത്താലും മതി. അപ്പോൾ ബദാം ഞാനൊരു 20 എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം. വെളുത്തുള്ളി 2 എണ്ണം, പച്ചമുളക് 1 എണ്ണം, മല്ലിയില കുറച്ച് അവരവർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി. അതിന് ഉപ്പ് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റ് ആട്ടോ, പിള്ളേർക്കും നല്ല, ബദാം അവർ കഴിക്കും. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ പുതിനയിലയിലും ആഡ് ചെയ്യാം. ഇത് കേട്ടോ, ഈ ചമ്മന്തി ഒന്നും താളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. നെക്സ്റ്റ് പീനട്ട് ചട്നി. ഇതും ആക്ച്വലി പ്രോട്ടീൻ വൈസ് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര നല്ല. അപ്പം നമ്മുടെ പച്ച പീനട്ട് ഉണ്ടല്ലോ, അതും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. തൊലിയില്ലാത്ത നമ്മുടെ കപ്പലണ്ടി വേണം കേട്ടോ മേടിക്കാനായിട്ട്. ഞാനിപ്പോൾ തൊലിയുള്ള കപ്പലണ്ടിയാണ് മേടിച്ചത്. അപ്പോൾ ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലൊരു പാത്രത്തിലൂടെ മാറ്റിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് നേരെ ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ തിരുമ്മിയിട്ട് തൊലി കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ തൊലി ഇല്ലാത്ത കപ്പലണ്ടി മേടിച്ച് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് നേരത്തെ നമ്മൾ ബദാം ചട്നി ചെയ്ത പോലെ തന്നെ മിക്സിയിൽ അരയ്ക്കാം. 2 പച്ചമുളക്, വെളുത്തുള്ളി 2 എണ്ണം, വെളുത്തുള്ളി കൂടിപ്പോരുത്, ഉപ്പ് ആവശ്യത്തിന്, ആൻഡ് വെള്ളം. ഇനി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് കുറച്ച് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി വേണ്ട, ബദാം ചട്നീനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം നല്ലത്. ആൻഡ് ഒരു ഡ്രോപ്പ് നാരങ്ങ നീരിടുന്നത് നല്ലതായിരിക്കും, ഒരു പീനട്ടിൻ്റെ ആ മടുപ്പ് മാറാനായിട്ട്. ഇതും താളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇല്ലാത്ത സമയത്ത് ഈ ബദാം ചട്നിയും അതുപോലെ തന്നെ പീനട്ട് ചട്നിയൊക്കെ ട്രൈ ചെയ്യാവുന്ന. യെസ്, റെഡി. ഇനി ഒരു ചട്നി കൂടി ഉള്ളൂ കേട്ടോ, ബീട്രൂട്ട് ചട്നി. 15 തേക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ബീട്രൂട്ട് ചട്നി, ഓയിൽ ആഡ് ചെയ്യുക. ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട്, ഞാനൊരു പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നന്നായിട്ട് സോട്ടേ ചെയ്യുക. ആൻഡ് സവാള അത്രയും തന്നെ ക്വാണ്ടിറ്റി, അതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക, ഒരുപാടങ്ങ് ബ്രൗണായി പോണ്ട. ആൻഡ് ടൊമാറ്റോ, അതും സെയിം ക്വാണ്ടിറ്റി തന്നെ. പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറിയൊരു പീസ് ചെറുതായിട്ട് അരിഞ്ഞത് തന്നെ, ആൻഡ് വെളുത്തുള്ളി അതുപോലെ തന്നെ 2 എണ്ണമൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതൊരു പിഞ്ച്, ഒരുപാട് കൂടി പോരുത് മസാലയുടെ ടേസ്റ്റ്. ആൻഡ് മഞ്ഞൾപ്പൊടി ചെറിയൊരു ക്വാണ്ടിറ്റി, മസാലപ്പൊടി നമ്മുടെ ഗരം മസാല ചെറിയൊരു പിഞ്ച്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും എഗെയിൻ ഒന്നും കൂടി സോട്ട് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം, കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൽ എന്ത് വേരിയേഷൻസും വേണമെങ്കിൽ വരുത്താട്ടോ, ബിക്കോസ് ബീട്രൂട്ട് ഒരുമാതിരി എല്ലാവരും അങ്ങനെ കഴിക്കുന്ന വെജിറ്റബിൾ ആണോന്ന് അറിയില്ല, അത് കഴിക്കാനായിട്ട് പിള്ളേർക്കും ഇഷ്ടപ്പെടും. കളറ് നല്ലതായതുകൊണ്ട് കഴിപ്പിക്കാനായിട്ട് ഇത് ബെസ്റ്റാണ്. ചൂടാറിയിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ, ഇപ്പോൾ സമയമില്ല, അത് കാരണം ഞാൻ അരച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി, ബീട്രൂട്ടിൻ്റെ ഫാനായി പോകും ഇത് കഴിച്ചാൽ. നമ്മുടെ ചട്നിയുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. 12 ചമ്മന്തി. തൊപ്പി ദോശ റെഡിയാക്കാൻ പോകണ്ട. ഈ അടുത്ത ഞാൻ ഒരു റീല് കണ്ടു, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് റീൽസിൽ നിന്ന് കുറേ ഐഡിയാസ് കിട്ടും. ദോശ ഇങ്ങനെ കാണിക്കാം, കുറച്ചുകൂടി വലിയ കല്ല് കഴിഞ്ഞു ദോശ. തൊപ്പിദോശ ഇതിപ്പോൾ ശരിയാവുമെന്ന് എനിക്ക് തോന്നല കേട്ടോ, കല്ല് ചൂടാവാതെ ഞാൻ ഇട്ട് കുറച്ച് ധൃതി കാണിച്ചു, നോക്കാം റെഡിയാവുമോ. അടുത്തത് ട്രൈ ചെയ്യട്ടെ. പകുതിയായിട്ട് മുറിക്കുക ഇവിടെ നിന്ന്, എന്നിട്ട് കോണായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. സോറി, ഇട്ടു. സോറി, എക്സ്പേർട്ട് ആയിട്ടില്ല കേട്ടോ, അത് ശരിയാകും. ലാസ്റ്റ് ട്രൈ. ഇനിയും തൊപ്പിദോശ ശരിയായില്ലെങ്കിൽ ഞാൻ ഇനി ട്രൈ ചെയ്യില്ല കേട്ടോ. റെസ്റ്റോറൻറ്റിൽ സമ്മതിക്കണം, തൊപ്പിദോശ ഈസി ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. സോറി, ഉപേക്ഷിച്ചു. ഇനിയില്ല, സമയമില്ല, ടെൻഷനൊന്നും പോവാറായി. ട്രൈ ചെയ്യട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു ഷേപ്പെങ്കിലും കിട്ടിയ നല്ലതായിരുന്നു. തൊപ്പിദോശ ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ഇത് നല്ലൊരു
ഓപ്ഷൻ. ഇനി എൻ്റെ ഫേവറേറ്റ് ചമ്മന്തീസ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇതിലിപ്പോൾ ഏതാ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിട്ടാ. യെസ്, ജോർജിയുടെ സാധനം ആദ്യം ട്രൈ ചെയ്യട്ടെ. സവാള ഇതെല്ലാം കൂടി എനിക്ക് ട്രൈ ചെയ്തിട്ട് ആക്ച്വലി മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3-4 എണ്ണമൊക്കെ ഉണ്ടാക്കിയാൽ മതി ദോശയ്ക്ക്. ഇനി നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തി, ബദാം ചട്നി, പീനട്ട് ചട്നി, പിന്നെ കപ്പയുടെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പറ്റിയ ഏതാന്ന് പറഞ്ഞാൽ മുളക് ചമ്മന്തി, മണ്ണയുടെ ഫേവറേറ്റ് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന റെഡ് ചമ്മന്തി, നമ്മുടെ ദ്വാരക സ്റ്റൈൽ കട്ട ചമ്മന്തി.